ഇനി നാവിൻ്റെ തുമ്പ് മുകളിലേക്കും പിറകിലേക്കും വളഞ്ഞിരിക്കും. എന്നിട്ട് നാവിൻ്റെ തുമ്പ് വായുടെ മേൽത്തട്ടിൽ ചെന്ന് തൊടും. ഞാൻ ഒന്നുകൂടെ പറയാം. നാവിൻ്റെ തുമ്പ് വളഞ്ഞിട്ട് അത് വായുടെ മുകൾ തട്ടിൽ ചെന്ന് തൊടും. എന്നിട്ട് ഈ വായു ഇടത്ത് ഭാഗത്ത് കൂടെയോ വലത്ത് ഭാഗത്ത് കൂടെയോ രണ്ട് ഭാഗങ്ങളിൽ കൂടിയുമോ പുറത്തേക്ക് ഒഴുകുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താ? അവൾ എന്ന് പറയുന്നത്തെ ആ ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ടായുമായിട്ട് വളരെ ബന്ധമുണ്ട്. ടകാരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ എന്ത് പറ്റും? നാവിൻ്റെ തുമ്പ് മുകളിലേക്ക് വളഞ്ഞിട്ട് മുകളിൽ ചെന്ന് തൊടും എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പൂർണ്ണ തടസ്സമാണ്, ഇവിടെ ഭാഗിക തടസ്സമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവൾ മലയാളത്തിൽ അവൽ തിന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അവളും അവലും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? ഈ കലയും കളയും തമ്മിൽ വ്യത്യാസമുണ്ട്. കുലവും കുളവും തമ്മിൽ വ്യത്യാസമുണ്ട്. മലയാളത്തിന് ഇങ്ങനെ രണ്ട് പാർശ്വിക വ്യഞ്ജനങ്ങളുണ്ട് എന്ന്. പാർശ്വികം എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വളരെ രസകരമായിട്ടൊരു കാര്യമാണ്. മലയാളത്തിൻ്റെ ഒരു സമ്പത്ത് അതാണ്. ഇംഗ്ലീഷിൽ വാസ്തവത്തിൽ ലായും ളായും ഇല്ല. ഒരു ഉണ്ട്, പക്ഷേ അത് നമ്മുടെ ലാ പോലെ അല്ല. ഇപ്പോൾ ലിറ്റിൽ എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ ലാ പോലെയല്ല അവസാനത്തെ ലാ ഉച്ചരിക്കുന്നത്. പക്ഷേ ആദ്യത്തെയും രണ്ടാമത്തെയും ലാ ഒന്നിൻ്റെ വകഭേദമാണ് എന്ന് ഇംഗ്ലീഷുകാർ പറയുകയുള്ളൂ. പക്ഷേ മലയാളി അങ്ങനെ ലായുടെ വകഭേദമാണ് ലാ എന്നോ ലായുടെ വകഭേദമാണോ ലാ എന്നോ പറയൂല. രണ്ടും വ്യത്യസ്ത സ്വനങ്ങളാണ്. ഇനി ജാപ്പനീസിലേക്ക് പോയി കഴിഞ്ഞാലോ, ജാപ്പനീസിൽ ലായും ഇല്ല ളായും ഇല്ല. അപ്പോൾ ഒരു തമാശ ഇവിടെ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു ജപ്പാൻകാരി വിദ്യാർത്ഥിനി കളരിപ്പയറ്റ് പഠിക്കാനായിട്ട് ഇവിടെ വന്നു. അപ്പോൾ കളരിപ്പയറ്റ് പഠിക്കാനായിട്ട് അവൾക്ക് സഹായമായിട്ട് മലയാളവും കൂടെ പഠിക്കണം എന്ന് വന്നു. അപ്പോൾ അവൾ ഇവിടെ വന്ന് എന്നെ കണ്ട സമയത്ത് അവൾ പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? എനിക്ക് കരലി, ഐ നീഡ് ടു സ്റ്റഡി കരലി എന്ന് പറഞ്ഞു. അപ്പോൾ കരലി എന്ന് വളരെ കഷ്ടപ്പെട്ടാണ് പറഞ്ഞത്. എനിക്ക് ഒട്ടും ആദ്യം പെട്ടെന്ന് മനസ്സിലായി പോലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രായുണ്ട്, അവൾക്ക് രണ്ട് ലാ ഇല്ല. കളരി എന്ന് പറഞ്ഞ ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ കരലി എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇനി വേറൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, പ്ലേറ്റോണിക് ലവ് എന്ന് ഒരു വാക്കുണ്ട്. ഈ വന്ന കുട്ടിക്ക് അവളുടെ ഒരു പടം കാണിച്ചു തന്നു. കൂടെ ഒരു പയ്യനും കൂടെയുണ്ട്. അപ്പോൾ ആ പയ്യൻ ആരാണ് എന്ന് ചോദിച്ച സമയത്ത് അവളുടെ ബോയ് ഫ്രണ്ടാണ്. ആ ബോയ് ഫ്രണ്ടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉള്ളത് പ്ലേറ്റോണിക് ലവ് ആണ് എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ പ്ലേറ്റോണിക് ലവ് എന്ന് ജാപ്പനീസ് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ജാപ്പനീസിലെത്തിയപ്പോൾ അത് പുരതോണിക് ലവ് എന്ന് ആയി. പുരതോണിക് എന്ന് പറയുന്നത് പ്ലേറ്റോണിക് എന്നുള്ള ഇംഗ്ലീഷിൻ്റെ ജാപ്പനീസാണ്. പ്ലാ എന്ന് ജാപ്പനീസിൽ പറയാൻ സാധിക്കില്ല. ലാ ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും? അത് രായാക്കും. പക്ഷേ പായും രായും കൂടിച്ചേരുന്ന ഒരു പ്രയോഗം പറ്റില്ല. അതുകൊണ്ട് അവർ പുരതോണിക് എന്നിട്ട് പിന്നെ ലവ് എന്നുള്ളതിന് അവിടെയും രാ ആവും. അപ്പോൾ പുരതോണിക് കുരബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റോണിക് ലവ് എന്ന് ജാപ്പനീസിൽ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇംഗ്ലീഷിലെ പ്ലേറ്റോണിക് ലവ് എന്ന പദം ജാപ്പനീസിലെത്തിയപ്പോൾ പുരതോണിക് കുരബു ആയി തീർന്നു എന്നുകൂടി നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ
ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ഒരു വാക്ക് പോകുകയാണ് എങ്കിൽ ആദ്യത്തെ ഭാഷയിൽ അത് എങ്ങനെ അത് മാതൃഭാഷയായിട്ടുള്ള ആളുകൾ ഉച്ചരിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മളും ഉച്ചരിക്കണം എന്ന് ശഠിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ശഠിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിലേക്ക് കടം എടുത്തു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷുകാരൻ പറയുന്നത് പോലെ നമ്മൾ ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇംഗ്ലീഷുകാരൻ ബാങ്ക് എന്നേ പറയുള്ളൂ. നമുക്ക് ബാങ്ക് എന്ന് പറഞ്ഞ് നിർത്താനൊക്കില്ല, ബാങ്ക് എന്ന് പറയേണ്ടി വരും. ദിസ് ഈസ് മൈ ബുക്ക് എന്ന് ഇംഗ്ലീഷുകാരൻ പറഞ്ഞാൽ ദിസ് ഈസ് മൈ ബുക്ക് എന്ന് പറയാനാണ് മലയാളിയുടെ ഒരു പ്രവണത. മലയാളി ഇംഗ്ലീഷ് ഉച്ചരിക്കുമ്പോൾ പോലും മലയാളത്തിൻ്റെ സ്വാധീനം വരും. മലയാളത്തിലേക്ക് ആ വാക്ക് വന്നപ്പോൾ ബുക്ക് എന്ന് ആയി. ഇതൊക്കെ സ്വനവിജ്ഞാനത്തിൽപ്പെട്ട കാര്യമല്ല. പക്ഷേ സ്വനവിജ്ഞാനം മനസ്സിലാക്കാതെ മറ്റ് ഭാഷാപരമായ ഒരറിവിനും ദൃഢമായ ഒരടിത്തറ ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എ സൗണ്ട് നോളജ് ഓഫ് ലാംഗ്വേജ് റെസ്റ്റ് ഓൺ എ സൗണ്ട് നോളജ് ഓഫ് സൗണ്ട് എന്ന് പറയും. നന്നായിട്ട് സ്വനങ്ങളെപ്പറ്റി മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഭാഷയെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടാവുകയുള്ളൂ. അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത്. നമ്മൾ പാർശ്വികങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് തന്നെ നമുക്ക് പാർശ്വികങ്ങളുടെ ഒരു സമ്പത്ത് അതും മലയാളത്തിലുള്ളതാണ്. മലയാളം എന്നുള്ള വാക്കിൽ തന്നെ 2 പാർശ്വികങ്ങളുണ്ട്, ലായും ളായും ഉണ്ട്. ജപ്പാൻകാരി പഠിക്കാൻ കണ്ട ഭാഷ മലയാളമാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഉള്ളിൽ ചിരി വന്നു. എന്താണെന്ന് വെച്ചാൽ അവൾക്കില്ലാത്ത 2 സ്വനങ്ങൾ ഉള്ള പേരിൽ തന്നെ ഉള്ളൊരു ഭാഷ പഠിക്കാനാണല്ലോ അവളുടെ നിയോഗം എന്ന് എനിക്ക് തോന്നി. അവളിപ്പോൾ മിടുക്കിയായിട്ട് അവിടെ ഒരു ടോക്കിയോയിൽ ഒരു കളരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത് സംസ്കാരവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കളരിപ്പയറ്റ് നേരാവണ്ണം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മലയാള ഭാഷയും നേരെ പഠിക്കണം. മലയാളം നേരെ പഠിക്കണമെങ്കിൽ മലയാളിയുടെ സംസ്കാരവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ.